വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് തടയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റിവിടാൻ പറ്റും. ഈ അതിതീവ്ര മഴ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിൽ ഈ റൂം ഫോർ ദ പമ്പ എന്ന് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അത് എത്രത്തോളം നടപ്പിലായി, ഈ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ, ഇനിയും ഒരുപാട് ചെയ്യുവാനുണ്ടോ എന്നെല്ലാം നമ്മൾ ജനങ്ങൾ അറിയേണ്ടതാണ്. ആ വിവരം ഗവൺമെൻറ് പുറത്തുവിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ മൊത്തം ഡാം എടുത്താൽ ചില ഡാം മൈനർ ഇറിഗേഷൻ്റെ കയ്യിലാണ്, ചില ഡാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കയ്യിലാണ്, ചില ഡാം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഏകോപനം ഉണ്ടാവണം. ഇപ്പോൾ എക്കൽ കായലിൽ നിന്ന് മാറ്റാമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായൊരു ഡയറക്ഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ എക്കൽ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർക്ക് നിങ്ങളത് മാറ്റിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അത് മാറ്റും. വീണ്ടും ഈ പെരുമഴക്കാലത്ത് റൂം ഫോർ ദി റിവർ എന്ന വാക്ക് നമ്മുടെ വർത്തമാനങ്ങളിൽ നിറയുകയാണ്. എന്താണ് ആ പദ്ധതിക്ക് സംഭവിച്ചത്? നയതന്ത്രജ്ഞൻ, മുൻ ഇന്ത്യൻ അംബാസിഡർ, മാധ്യമപ്രവർത്തകൻ എന്ന നിലകളിലെല്ലാം ആഗോളതലത്തിൽ പ്രശസ്തനായ വേണു രാജാമണി, അദ്ദേഹത്തിനോട് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ റൂം ഫോർ ദി റിവർ, അതിൽ താങ്കൾ ഒരു പാലമായിരുന്നു. ഡച്ച് സർക്കാരും അതുപോലെ വിദഗ്ധരുമായിട്ടുള്ള സംഭാഷണങ്ങളും ചർച്ചകളും സന്ദർശനങ്ങളും ഒക്കെ നടന്നിരുന്നു. എന്താണ് ഇടയ്ക്ക് സംഭവിച്ചത്? ആദ്യമായി പറയേണ്ടത്, ഈ റൂം ഫോർ ദ റിവർ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു ആശയമാണ്, ഒരു അപ്രോച്ചാണ്, ഒരു കൺസെപ്റ്റാണ്, ഒരു പദ്ധതിയല്ല, ഒരു പ്രോജക്റ്റല്ല. കേരളത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതൊരു പ്രോജക്റ്റാണ്, അപ്പോൾ റൂം ഫോർ ദ റിവർ നടപ്പിലാക്കിയാൽ ഉടനെ പ്രളയമെല്ലാം നിലനിൽക്കും, എങ്ങും വെള്ളം കയറില്ല എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഡച്ചുകാരെന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വാട്ടർ മാനേജ്മെൻറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. അതിന് കാരണം അവർ നൂറ്റാണ്ടുകളായി വെള്ളത്തിനോട് മല്ലിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളും അവർ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അവർക്ക് മുഴുവൻ രാജ്യത്തിലും ജനങ്ങളുടെ ഇടയിലും ഒരു വാട്ടർ കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മൾ പ്രളയം പെട്ടെന്ന് വന്ന് ബാധിക്കാവുന്ന ഒരു രാജ്യമാണ്, ഒരു ജനതയാണ്. അതിനു വേണ്ട കരുതൽ എന്നും നമുക്ക് ഉണ്ടാകണം എന്നുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലം വെച്ച് പണ്ടത്തെ കാലത്ത് അവർ ചെയ്തിരുന്നത് ഡാം ഉണ്ടാക്കുക, ഡൈക്ക് എന്ന് പറയും, ഈ വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള മതിലുകൾ. അത് കടലിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും നദിയിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും. അപ്പോൾ ഈ ഡൈക്കുകൾ കെട്ടിയാണ് അവരാദ്യം പ്രളയങ്ങളെ തടയാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഈ നീണ്ട കാലത്തെ പരിശ്രമത്തിന് ശേഷം അവർ കണ്ടത് മതിലുകളുടെ ഉയരം വർദ്ധിക്കുന്നു, വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതോറും മതിലിനെ ഉയർത്തിക്കൊണ്ടിരിക്കും, പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ പുതിയൊരു ഫിലോസഫി കൊണ്ടുവന്നത്. അത് കേരളത്തിലും വളരെ ആപ്ലിക്കബിളാണ്. അതായത് ലിവ് വിത്ത് വാട്ടർ, വെള്ളത്തോടൊപ്പം സഹവർത്തിക്കുക. വെള്ളത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ വെള്ളത്തോടൊപ്പം എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നത് നമ്മൾ പഠിക്കുക, പരീക്ഷിക്കുക, നടപ്പിലാക്കുക. അതുപോലെ തന്നെ ബിൽഡ് വിത്ത് നേച്ചർ, മതിലുകൾ കെട്ടുന്നതിന് പകരം നാച്ചുറലായിട്ടുള്ള മീൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗിച്ച് വെള്ളത്തെ തടയാനോ തിരിച്ചുവിടാനോ ശ്രമിക്കുക. മൂന്നാമത്തേതാണ് ഈ റൂം ഫോർ ദ റിവർ. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് തടയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റിവിടാൻ പറ്റും. അത് മറ്റൊരു സ്ഥലത്തേക്ക് അധികം അപകടം ഉണ്ടാക്കാത്ത വിധത്തിൽ അത് തിരിച്ചുവിടാൻ പറ്റും. അപ്പോൾ ആ റൂം ഫോർ ദ റിവർ എവിടെയെല്ലാം ഏതെല്ലാം രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന ഒരു അന്വേഷണം അവർ രാജ്യവ്യാപകമായി ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പല മെക്കാനിസംസും ടെക്നിക്സും അവർ പരിശീലിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് 44 നദികളുള്ള ഒരു സംസ്ഥാനമാണ്, നീണ്ട കോസ്റ്റ് ലൈനുള്ള സംസ്ഥാനമാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ സമയമാണ്. ഈ അതിതീവ്ര മഴ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് സംഭവിക്കുകയാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ, യൂറോപ്പും US ഉൾപ്പെടെ. അപ്പോൾ ഈ അതിതീവ്ര മഴ നമുക്ക് തടയുവാൻ സാധിക്കില്ല, പക്ഷേ അതിനു വേണ്ടി നമുക്ക് കരുതലെടുക്കാം. അതിന് വേണ്ട വിധത്തിൽ നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റംസ് ഓർഗനൈസ് ചെയ്ത്
അതിതീവ്ര മഴ കാരണം പ്രളയമുണ്ടാകുമ്പോൾ ആ വെള്ളത്തെ തിരിച്ച് ഒരു അധികം കുഴപ്പമുണ്ടാക്കാത്ത, അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത സ്ഥലത്തേക്ക് തിരിച്ചു വിടുക എന്നൊരാശയമാണ് ഈ റൂം ഫോർ ദ റിവർ. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, ഞാൻ നെതർലൻഡ്സിലെ അംബാസഡർ ആയിരുന്നപ്പോൾ ആണ് 2018 പ്രളയമുണ്ടായത്. അപ്പോൾ ചീഫ് മിനിസ്റ്ററിനെ നെതർലൻഡ്സിലേക്ക് വന്ന് അവരവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു പഠിക്കുകയും ഇവിടെ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നെതർലൻഡ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയുണ്ടായി. അതുകൂടാതെ അവരുടെ നെതർലൻഡ്സിൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു പുസ്തകം എഴുതി. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ദ ഡച്ച്, റീബിൽഡിംഗ് കേരള പോസ്റ്റ് ഫ്ലഡ്സ് ഓഫ് 2018 എന്നായിരുന്നു. മലയാളത്തിൽ അത് മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. അത് പഠിക്കാം ഡച്ച് പാഠങ്ങൾ, പ്രളയം, പ്രതിരോധം, പുനർനിർമ്മാണം എന്നതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എല്ലാവരും കൂടെ ഉള്ള ഒരു ചടങ്ങിൽ വെച്ചാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. അതിനുശേഷം ഡച്ച് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഡച്ച് എക്സ്പേർട്സ് പല പ്രാവശ്യം കേരളത്തിൽ വന്ന് നമ്മുടെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയേഴ്സിന് ട്രെയിനിങ് ഒക്കെ നൽകുകയുണ്ടായി. എൻ്റെ ഈ പുസ്തകം അവരുടെ ശുപാർശ പ്രകാരം വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോ ലെവൽ ആക്ടിവിറ്റി ആകരുത്. ഈ റൂം ഫോർ ദ റിവർ എന്ന സങ്കല്പം, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ കോൺഷ്യസ്നെസ് നമ്മുടെ എല്ലാ പ്ലാനിങ്ങിലും, എല്ലാ അഡ്മിനിസ്ട്രേഷനിലും, എല്ലാ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലും കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ പുതിയതായ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ, പുതിയതായ ഒരു പാലം നിർമ്മിക്കുമ്പോൾ എല്ലാം ആ ഏരിയയിലെ വാട്ടർ ഡൈനാമിക്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ കണ്ടങ്ങളും നിലങ്ങളും എല്ലാം ഇല്ലാതായാൽ, അല്ലെങ്കിൽ നമ്മുടെ നദികൾക്കും നമ്മുടെ കായലിനും വെള്ളം സംഭരിക്കാനുള്ള ശേഷി കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നതും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ പല മാർഗങ്ങൾ നമുക്ക് ഈ റൂം ഫോർ ദ റിവർ കൺസെപ്റ്റിൻ്റെ ഭാഗമായി അന്വേഷിക്കണം, പല തലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ പഠിക്കാൻ പാഠങ്ങൾ എന്നുള്ളത്. ശരിക്കും കേരളം അത് പഠിച്ചിട്ടുണ്ടോ? എവിടെ വെച്ചാണ് ഇപ്പോൾ എന്താണ് ഇതിൻ്റെ റൂം ഫോർ റിവറിൻ്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ല. സത്യമാണ്, എനിക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു പബ്ലിക് റിപ്പോർട്ട് ഇറക്കേണ്ടതാണ്. ഈ റൂം ഫോർ ദ പമ്പ എന്ന് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് എത്രത്തോളം നടപ്പിലായി, ഈ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ, ഇനിയും ഒരുപാട് ചെയ്യുവാനുണ്ടോ എന്നെല്ലാം നമ്മൾ ജനങ്ങൾ അറിയേണ്ടതാണ്. ആ വിവരം ഗവൺമെൻറ് പുറത്തുവിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ വികസനത്തിനായിട്ട് വളരെ സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാര്യം ഈ വെള്ളം ഒഴുകുന്ന ചാനൽസ് എല്ലാം ക്ലീൻ ചെയ്യുക, അതിലെ എൻക്രോച്ച്മെൻറ്റ് ഇല്ലാതാക്കുക, ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെയാണ്. അത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട് എന്നും ആർക്കും അറിയില്ല. പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റൂം ഫോർ റിവറിൻ്റെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഡച്ച് സാങ്കേതിക വൈദഗ്ധ്യവും കേരളവുമായിട്ടുള്ളൊരു പാലമായിട്ട് വർത്തിച്ച താങ്കൾക്ക് അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരിക്കും. അത് പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അങ്ങനെ ചെയ്തപ്പോൾ? ഞാൻ 2 വർഷം കേരള ഗവൺമെൻറ്റിനോടൊപ്പം പ്രവർത്തിച്ച സമയത്ത് ഒരുപാട് പ്രാവശ്യം ഡൽഹിയിൽ പ്രവർത്തിച്ച സമയത്ത് ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകണം, ഇത് ഫോളോ അപ്പ് ചെയ്യണം, ഇത് നടപ്പിലാക്കണം. ഡൽഹിയിൽ പ്രവർത്തിച്ച സമയത്ത് ഡൽഹിയിലും കേരളത്തിലുമായിട്ട് എന്നൊക്കെ ശുപാർശ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിന് വേണ്ട ഒരു ട്രാൻസ്പെറൻസി അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടേണ്ടതാണ്. പക്ഷേ അതിനുപരി അത് മാത്രമല്ല, ഈ റൂം ഫോർ ദ റിവർ പമ്പ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് എന്തായി, ഈ ട്രെയിനിങ് കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടായി, നമ്മൾ ലോങ് ടേം ഡിസാസ്റ്റർ റെസിലിയൻസിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, ആ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കുന്നു, എന്ത് പുരോഗതിയുണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡച്ച് എക്സ്പേർട്സ് കേരളത്തിൽ വന്ന് നമ്മുടെ എക്സ്പേർട്സായിട്ട് ചർച്ച ചെയ്തിട്ട് ഞാൻ അന്ന് അംബാസഡർ ആയിരുന്നപ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക്, നമുക്ക് വേണ്ട അറിവുണ്ട്, അല്ലെങ്കിൽ വേണ്ട എക്സ്പെർട്ടീസ് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലുണ്ട്, കേരളത്തിന് ടാപ്പ് ചെയ്യാം, പ്രവാസികളുടെ ഇടയിലുണ്ട്, അവരെ വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോയി നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള എക്സ്പെർട്ടീസ് നമ്മൾ ഉപയോഗിക്കണം. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ മോഡൽസ് നമ്മുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടേഴ്സിലുണ്ട്. പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം.
നമുക്ക് ഡേറ്റ സംഭരിക്കുന്നത്, ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഹൈഡ്രോളജിക്കൽ ഡേറ്റ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് ചെയ്ത് ഈ മോഡൽസ് നമ്മൾ വീണ്ടും വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ട്രയൽ നടത്തി ഒരു പ്രളയം വരുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനാകണം. ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഡാം തുറന്നാൽ ഇന്ന പ്രശ്നങ്ങൾ ഇന്ന സ്ഥലങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്, അവിടെ വേണ്ട നടപടികൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ എടുത്തിരിക്കണം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ആ പ്രഡിക്ഷൻസും ഗ്രൗണ്ടിൽ ആക്ഷൻ എടുക്കേണ്ട ഡിസ്ട്രിക്ട് കളക്ടേഴ്സും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും എല്ലാവരും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവണം. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ പ്രളയത്തിൽ എങ്ങനെ പ്രളയബാധിതർക്ക് വേണ്ട സഹായം എത്തിക്കാൻ സാധിക്കും എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഒരു ലോങ് ടേം റെസിലിയൻസിനുള്ള പ്ലാൻ എങ്ങനെ തയ്യാറാക്കും, എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ഈ നമുക്ക് നമ്മുടെ നദികൾക്കും കായലിനും വെള്ളം സംഭരിക്കാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നത് പോലെ അതെങ്ങനെ പരിഹരിക്കും. പിന്നെ ഈ റൂം ഫോർ ദ റിവർ പോലെ ഇന്നൊവേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെ നമുക്ക് എവിടെയൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കും. ഇപ്പോൾ റാന്നി നഗരത്തിന് ഒരു റൂം ഫോർ ദ റിവർ പദ്ധതി നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ? അവിടെ വരുന്ന ആ വെള്ളം നമുക്ക് എവിടേക്കെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുമോ? അടുത്ത പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് 2 പ്രാവശ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണത്തിന്, നെതർലൻഡ്സിലെ റോട്ടർഡാം നഗരമാണ് ഈ ഡിസാസ്റ്റർ റെസിലിയൻസിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരം. അവിടെ അവർ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പബ്ലിക് പാർക്ക് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട്, സാധാരണ സമയങ്ങളിൽ അത് ജനങ്ങൾക്കുള്ള ഒരു പബ്ലിക് പാർക്കാണ്. മഴ വന്ന് പ്രളയം ഉണ്ടായാൽ വെള്ളം മുഴുവൻ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അതൊരു സ്റ്റോറേജായിട്ട് ഉപയോഗിക്കാം. അവർക്ക് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ഉള്ളത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും പ്രളയത്തിൻ്റെ സമയത്ത്. പിന്നെ വീടുകൾ ഫൗണ്ടേഷൻ ഇല്ലാതെ ഫ്ലോട്ടിംഗ് ഹൗസസ് പോസിബിൾ ആണോ? ഹോസിലും പൈപ്പിലും കൂടെ വെള്ളം എത്തിക്കുക, പവർ എത്തിക്കുക, വേസ്റ്റ് മാറ്റുക. പക്ഷേ വെള്ളം വരുമ്പോൾ വെള്ളം പൊങ്ങുക എന്നുള്ളത്. ഇന്ന് ഞാനൊരു ടെലിവിഷൻ റിപ്പോർട്ടിൽ കണ്ടു, കേരളത്തിൽ എവിടെയോ ഈ സ്റ്റിൽസിൽ കോൺക്രീറ്റ് പില്ലേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീട് വയ്ക്കുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറുന്നില്ല. ഇപ്പോൾ മലേഷ്യയിലും എല്ലാം ഇത് വളരെ കോമൺ ആണ്, സ്റ്റിൽസിൻ്റെ മുകളിലുള്ള വീട്. ഇത് നമുക്ക് പരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആർക്കിടെക്ട്സും നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഈ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം സജഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. വീട് നഷ്ടപ്പെട്ട് പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഇനിയൊരു പ്രളയം വരുമ്പോൾ ആ വീട് എഫക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് നടപടി ഇപ്പോൾ തന്നെ എടുക്കാൻ സാധിക്കും, ആ വീടിൻ്റെ ഡിസൈൻ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നെല്ലാം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് ചെയ്യുകയും വേണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പ്രളയം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് പ്രോപ്പർട്ടിക്കാണ്. പക്ഷെ ജീവൻ നഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ്സിൽ നിന്നാണ്. അപ്പോൾ ഈ കേരളത്തിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു പ്രകൃതിയിലോല പ്രദേശമാണ്. അത് വളരെ വൾണറബിളാണ്. അപ്പോൾ അവിടെ ഒന്ന് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നമ്മൾ പരമാവധി കുറയ്ക്കണം. പക്ഷെ അതിനുപരി വെള്ളം മുകൾ തട്ടിൽ തന്നെ കെട്ടി നിർത്തി ചെറിയ തോതിൽ താഴേക്ക് ഒഴുകി വിടുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. വാട്ടർ ഷെഡ്സ് എങ്ങനെ നമുക്ക് ഈ ഫ്ലഡ് പ്രോണായിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള ഏരിയയിൽ വാട്ടർ ഷെഡ്സ് നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തി എല്ലാം കൂടി ഒരുമിച്ച് മണ്ണിനോടൊപ്പം താഴെ വരുന്നത് തടയാനായിട്ട് അല്ലെങ്കിൽ തടയുന്ന വിധത്തിൽ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ പിന്നെ എഫോറസ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയിൽ നമുക്ക് അതിശക്തമായ നല്ല മരങ്ങളാണ് വേണ്ടത്, ആ ലാൻഡിനെ സോയിലിനെ പിടിച്ചു നിർത്താനായിട്ട്. അത് എങ്ങനെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഈ ഹില്ലി ഏരിയാസിലൂടെ പോകുന്ന റോഡുകൾ, ടണലുകൾ, ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിങ്ങനെ ഒരു എൻവയൺമെൻ്റലി ഫ്രജൈലായിട്ടുള്ള ഒരു ഏരിയയിൽ ഇത് നടത്തുമ്പോൾ. അപ്പോൾ അവിടെയെല്ലാം ഒരു വലിയൊരു എൻവയൺമെൻറ്റൽ പെർസ്പെക്റ്റീവോടുകൂടി അതിനെ കാണുകയും പ്രത്യേകിച്ചും ഈ അതിതീവ്ര മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നതുകൂടി അന്വേഷിച്ചിട്ട് നമ്മൾ വേണം ആ വികസന പരിപാടികൾ നടപ്പിലെടുക്കാൻ. സാധാരണ ഈ ആഗോളതലത്തിലുള്ള ഇത്തരം വലിയ ദൗത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളൊരു കൗതുകമോ ഒരു ജിജ്ഞാസയൊക്കെ അവർക്കുണ്ടാവുമല്ലോ. ഇപ്പോൾ കേരളത്തിൽ വന്ന് പഠിച്ച ആളുകൾ, ആ അക്കാഡമിക് വിദഗ്ധർ, അതുപോലെ ആ മേഖലയിലുള്ള പരിചയസമ്പത്തുള്ള ആളുകൾ, അവർ പിന്നീട് ഇതിനെ കുറിച്ചിട്ട് ആരായോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവരന്വേഷിക്കുന്നുണ്ട്, അവരാരായുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരും ഇൻഡിവിജ്വൽ എക്സ്പേർട്സാണ്. ഈ കേരളം നന്നാവണം എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം മലയാളികൾക്കും കേരള ഗവൺമെൻറ്റിനും ഇവിടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമാണ്.
അപ്പോൾ അതും വിദേശത്തു നിന്ന് വരുന്ന ഒരാൾ അത് ഏറ്റെടുത്ത് നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ പറയും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവരുടെ സഹായം നമ്മളെ സഹായിക്കാനായിട്ട് എക്സ്പെർട്ടീസ് ഇഷ്ടംപോലെ ലോകത്തുണ്ട്. അത് കമേഴ്ഷ്യൽ ബേസിസിൽ പണം കൊടുത്താണെങ്കിലും അല്ലാതെയും നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ റൂം ഫോർ ദി റിവർ എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ തന്നെ അന്വേഷിച്ചറിയണം. നമ്മളെക്കാൾ കൂടുതൽ ആർക്കും അത് പറയുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആർക്കും അത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നെതർലൻഡ്സിൽ ഈ വാട്ടർ കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് സ്വിമ്മിങ് എല്ലാ കുട്ടികളും അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. വേണ്ടി വന്നാൽ ക്ലോത്ത്സും ഷൂസും ഒക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രളയം വന്നാൽ നീന്തി രക്ഷപ്പെടുകയും വേറൊരാളെ രക്ഷിക്കാൻ ഉള്ള കഴിവ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്ന് പറഞ്ഞ് കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ സ്കൂളിൽ തന്നെ നിർബന്ധിതമായി എല്ലാവരും സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും അത് ചെയ്യേണ്ടതാണ്. ഇത്രയും നദികളും ഇത്രയും മഴയും ഇത്രയും നീണ്ടൊരു കോസ്റ്റ് ലൈനിലും ഉള്ള ഒരു സ്ഥലത്ത് നീന്തൽ അറിയാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകരുത്. പക്ഷെ അതിന് വേണ്ടി നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തുന്നില്ല. അത് ഗവൺമെൻറ് തലത്തിൽ എല്ലാ സ്കൂൾസിലും സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ എറണാകുളത്തെ ചില ആർക്കിടെക്ട്സ് സ്കൂൾസിൽ സ്ഥലം കുറവാണെങ്കിൽ നീണ്ട സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയും ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതുപോലെ ബോട്ട്, വെള്ളത്തിനടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മിനിമം ബോട്ടിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു പ്രളയം പെട്ടെന്നുണ്ടായാൽ ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ഉള്ള കഴിവുണ്ടാവണം. മറ്റൊരാൾ വന്ന് നമ്മളെ രക്ഷിക്കാനായി കാത്തിരിക്കരുത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ കുട്ടികൾ കളിക്കുമ്പോൾ തന്നെ ഒരു പ്രളയം വന്നാൽ സാൻഡ് കാസിൽസൊക്കെ ഉണ്ടാക്കി എങ്ങനെ പ്രളയത്തെ നേരിടാൻ പറ്റും എന്നുള്ള ഗെയിംസ് അവർ കളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചർച്ചകളിലും എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് ഈ വെള്ളത്തിന് ചുറ്റും നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. നമുക്ക് സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹം എടുത്തു നോക്കിയാൽ വെള്ളത്തിനോട് അടുത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളം നന്നായിട്ട് അറിയാം. അതിൻ്റെ ഗുണവും അറിയാം, അതിൻ്റെ അപകടങ്ങളും അറിയാം. അവർ ഏത് സാഹചര്യത്തിലും ഒരു പ്രളയമെല്ലാം ഉണ്ടാകുമ്പോൾ അവർക്ക് അത് അതിജീവിക്കാൻ സാധിക്കുന്നു. പക്ഷെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വെള്ളവുമായിട്ട് അടുത്ത ബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ നീന്തൽ അറിയുന്നില്ല, നമ്മൾ ബോട്ടിംഗ് അറിയുന്നില്ല, നമ്മൾ വെള്ളത്തിലേക്ക് പോകുന്നില്ല. മാക്സിമം പോയി കടലിൽ കാല് നനച്ചിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നു കായലിൻ്റെയും നദികളുടെയും. പക്ഷെ അതിലിറങ്ങി നമ്മുടെയൊക്കെ പൂർവികന്മാർ, എൻ്റെ അച്ഛനും അപ്പൂപ്പൻ്റെയൊക്കെ സമയത്ത് അവരൊക്കെ നദികൾ നീന്തി അക്കരയ്ക്കര നീന്തി നീന്തൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷേ ഇന്ന് അത് ആരും ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത്ര സ്വിമ്മിംഗ് പൂൾസും ഇല്ല പബ്ലിക്കായിട്ട് പോയി പഠിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അതിൽ ഈ ഒരു വാട്ടർ കോൺഷ്യസ്നെസ് വളരെ നിർബന്ധമാണ്. ഈ റൂം ഫോർ ദ റിവർ എന്ന കൺസെപ്റ്റ് ഓരോ ലോക്കൽ, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓരോരുത്തരും ഉൾക്കൊള്ളുകയും ഒരു പ്രളയമുണ്ടാകുമ്പോൾ, അതിതീവ്ര മഴയുണ്ടാകുമ്പോൾ, വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ ആ വെള്ളത്തെ എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും, അതിന് വേണ്ട കാണകളെല്ലാം ക്ലീനാക്കി വെക്കുക. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കണം. അതിൽ നമ്മുടെ ആർക്കിടെക്ട്സും നമ്മുടെ ടൗൺ പ്ലാനേഴ്സും എല്ലാവരും ഇൻവോൾവ് ആയിരിക്കണം. ഈ റൂം ഫോർ റിവർ വീണ്ടും വരികയാണെങ്കിൽ, അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പദ്ധതിയായിട്ട് കാണരുത്. നമ്മളൊരു പദ്ധതി തുടങ്ങി അത് വിജയിച്ചില്ല. റൂം ഫോർ ദ റിവർ പമ്പ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് മാത്രമാണ്. അതെ അതെ. പക്ഷെ അതൊരു വലിയൊരു വിശാലമായ വീക്ഷണമാണ്, ഒരു അപ്രോച്ചാണ്. അത് നമ്മുടെ ഭരണത്തിലും നമ്മുടെ പ്ലാനിങ്ങിലും വന്നു ചേരണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ ഇതുവരെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടല്ല, ഓൾറെഡി അതിനെക്കുറിച്ചുള്ള അറിവുണ്ട് നമുക്ക്. പക്ഷെ അത് എങ്ങനെ വിപുലമാക്കാൻ സാധിക്കും, എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും, എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ റൂം ഫോർ ദി റിവർ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യ കേരളത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പദ്ധതിക്ക് എത്രയായിരുന്നു പദ്ധതി ചെലവ്? ഈ റൂം ഫോർ ദി റിവർ പമ്പ എന്ന് പറയുന്നതിന് $125 മില്യൺ വേൾഡ് ബാങ്ക് സഹായം ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻസും ആ പ്രോജക്റ്റിന് ഉണ്ടായി കാണും. വളരെ വിപുലമായി വളരെ വെൽ തോട്ടായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു അത്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വെള്ളത്തിൻ്റെ ചാനലൊക്കെ ക്ലിയർ ചെയ്യുകയും എൻക്രോച്ച്മെൻറ്റ്സ് മാറ്റുകയും സുഗമമായ വെള്ളം ഒഴുകി ചെല്ലാൻ വേണ്ട നടപടികൾ എടുക്കുക, കുട്ടനാടിന് വേണ്ടി പ്രത്യേകം ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കുക, ഒരു ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ ബേസിൻ മാനേജ്മെൻറ്റ് സംവിധാനം ഉണ്ടാക്കുക എന്നെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അത്
എവിടെ എത്തി നിൽക്കുന്നു, എന്തൊക്കെ ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ ബാക്കിയുണ്ട്, എന്തുകൊണ്ട് പൂർത്തിയാക്കിയിട്ടില്ല എന്നെല്ലാം നമ്മൾ അന്വേഷിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഈ വെള്ളത്തെ ചുറ്റിപ്പറ്റി സത്യം പറഞ്ഞാൽ ഒരു പ്രളയം വരുമ്പോൾ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ പ്രളയം കഴിയുമ്പോൾ അത് മറക്കുന്നു എന്നൊരു സാഹചര്യമാണ്. അത് മാറ്റി ഇപ്പോൾ ഞാൻ നേരത്തെ നെതർലൻഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാ സമയത്തും നമുക്ക് ആ ഒരു വാട്ടർ കോൺഷ്യസ്നെസ് ഉണ്ടാകണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ വാട്ടർ കോൺഷ്യസ്നെസ് ഉണ്ടാകണം. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കണം. ഗവൺമെൻറ്റിൻ്റെ ആ പ്രവർത്തന ശൈലി മാറ്റിയെടുക്കാൻ സാധിക്കണം. ചെറിയൊരു ഉദാഹരണത്തിന് 2018 പ്രളയത്തിൽ പറഞ്ഞിരുന്നത് ഡാമുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ഒരു ഡാം തുറക്കുമ്പോൾ മറ്റേ ഡാം അടച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം ഡാം എടുത്താൽ ചില ഡാം മൈനർ ഇറിഗേഷൻ്റെ കയ്യിലാണ്, ചില ഡാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കയ്യിലാണ്, ചില ഡാം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഏകോപനം ഉണ്ടാവണം. അവർക്ക് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. അതൊക്കെ ഒരു പരിധിവരെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, നടപ്പിലാണോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസത്തെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ട് റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ഡ്രിൽസ് ഉണ്ടാവണം. പ്രളയം ഇല്ലാത്തപ്പോൾ ഒരു പ്രളയം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ഫയർ ഡ്രിൽ എന്നെല്ലാം നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഡ്രിൽ ഉണ്ടാവണം. നെതർലൻഡ്സിൻ്റെ പല സ്ഥലത്തും അവർ ചെയ്യുന്നത് ഈ ഏറ്റവും ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ ജനങ്ങളെ ട്രെയിൻ ചെയ്ത് മൊബിലൈസ് ചെയ്ത് അവരെയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഏത് രാജ്യത്തായിരുന്നാലും പെട്ടെന്നൊരു പ്രളയമുണ്ടായാൽ അധികാരികൾക്ക് അവിടെ വന്നെത്തി ഫയർഫോഴ്സും നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഒക്കെ വരാനായിട്ട് സമയമെടുക്കും. NDRF ഒക്കെ വരാൻ സമയമെടുക്കും. അപ്പോൾ ജനങ്ങൾ തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഈ പ്രളയം തടയാനായിട്ട്, അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അവർ മൊബിലൈസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇതും ഒരു പരിധിവരെ കഴിഞ്ഞ 2018 പ്രളയത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികളെ ഒരു ഫോഴ്സായി രൂപീകരിച്ച് ഏത് എമർജൻസിയിലും വിളിക്കാം എന്നുള്ളൊരു ഫോഴ്സൊക്കെ രൂപീകരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കും. അടുത്ത പ്രളയത്തിലാണ് അതിനെക്കുറിച്ച് കാണുന്നത്. അതെ. ഇത് പ്രളയം ഇല്ലാത്തപ്പോൾ നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിരിക്കണം. അതിനൊരു ഹൈ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം, ബ്യൂറോക്രാറ്റിക് അറ്റൻഷൻ ഉണ്ടാവണം. ഒരു വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് എൻജിനീയേഴ്സിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് ഇത് കാണരുത്. ആൻഡ് തുടർച്ചയായിട്ട് ജില്ലാ തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ എവിടെയെല്ലാമാണോ നമ്മുടെ ഈ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ്, എവിടേക്കാണോ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉള്ളതെന്ന് നോക്കിയിട്ട് അവിടെ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഈ വെള്ളപ്പൊക്കം, ഈ പ്രളയം തടയാനായിട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ട് തടയാനായിട്ട്. ഈ ഡച്ച് ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം സാധാരണ തലത്തിൽ സാധാരണക്കാർ വരെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത്. ഡച്ച് അവസ്ഥ എന്താണ്? അതിൽ അവിടെ അവർ സ്വീകരിക്കുന്ന മുൻകരുതലുകൾ, ജീവിതത്തിൽ പ്രയോഗിക്കുന്ന മാതൃകകൾ, അതിനെക്കുറിച്ച് താങ്കൾക്ക് നല്ല ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, അവരുടെ ജനാധിപത്യം തുടങ്ങിയത്, ഏറ്റവും ആദ്യത്തെ ജനാധിപത്യ സംവിധാനം വാട്ടർ ബോർഡ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രളയം വരുമ്പോൾ അത് ഒരാൾക്ക്, ഒരു കുടുംബത്തിന്, ഒരു 5-6 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വില്ലേജിന് മാത്രം നേരിടാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ഈ വാട്ടർ ബോർഡ്സ് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായത് തന്നെ എല്ലാ ജനങ്ങളും കൂടി ഒരുമിച്ച് വന്ന് പ്രളയത്തെ എങ്ങനെ തടയാൻ സാധിക്കും, അതിനെതിരെ എന്തെല്ലാം പ്രതിരോധ നടപടികൾ എടുക്കാൻ സാധിക്കും എന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അപ്പോൾ അത് ഇന്ന് അവരുടെ ഭരണത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും, അവരുടെ പ്ലാനിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ വാട്ടർ ബോർഡിൻ്റെ അഭിപ്രായവും വാട്ടർ ബോർഡിൻ്റെ ഇൻഫ്ലുവൻസും ഇല്ലാതെ ഒരു ഡെവലപ്മെൻറ്റ് ഡിസിഷനും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലും ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ഈ ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അപ്രോച്ച് ആയിരിക്കരുത്. അത് വാട്ടർ ഹൈഡ്രോളിക്സ് മനസ്സിലാക്കിക്കൊണ്ട്, വാട്ടർ ഹൈഡ്രോളജി മനസ്സിലാക്കിക്കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണ്, ആ വെള്ളം അധികമായി വന്നാൽ അത് എവിടെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട്, എങ്ങോട്ടേക്ക് നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. ഒരു കാരണവശാലും നദികൾ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെള്ളമില്ലെങ്കിലും അവിടെ പോയി നമുക്ക് കൺസ്ട്രക്ഷൻ അനുവദിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നാളെ വെള്ളം വന്നു എന്നിരിക്കും, അത് മുഴുവൻ ഇല്ലാതാകും. ഇപ്പോൾ നമുക്ക് കൊച്ചിൻ എയർപോർട്ടിൽ തന്നെ വെള്ളം കയറിയ അനുഭവമുണ്ട് 2018 നിന്നും.
അപ്പോൾ ഈ ഏത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി എടുത്താലും അത് വെള്ളം അതിലൊരു വലിയൊരു ഫാക്ടറായിരിക്കണം. വാട്ടർ എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യണം. അവരുടെ കൂടെ അഭിപ്രായം എടുത്തിട്ടേ നമുക്ക് പുതിയൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഏറ്റെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വൈഡായിട്ട് ചർച്ച ചെയ്യുന്ന എക്കലും നമ്മുടെ നദികൾക്ക് ആഴമില്ല, ഓരോ പ്രളയം തോറും മണ്ണ് കൂടിക്കൂടി വരികയാണ്, കായലിന് ഡെപ്ത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ കായലിനെ റിജുവിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായി സാധിക്കും? എവിടേക്കാണ് മലിനീകരണം കാരണം വാട്ടർ ചാനൽസ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ളത്? ആ മലിനീകരണം എങ്ങനെ നീക്കും? ഇപ്പോഴത്തെ ഈ പ്രളയകാലത്ത് നമ്മൾ കേൾക്കുന്നതാണ്, ഇപ്പം പലയിടത്തും എക്കല്ലടിഞ്ഞു, മണൽ കൂടി, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡച്ചുകാരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ, കാരണം നദികളെല്ലാം വന്നു ചേരുന്ന ഒരു സ്ഥലം ആ മേഖലയാണ് എന്ന് പറഞ്ഞല്ലോ. അതെ. സോ ഡച്ചുകാർക്ക് നമ്മുടെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അവരുടെ യൂറോപ്പിലെ 3 പ്രധാന നദികൾ കടലിൽ ചെന്നെത്തുന്നത് നെതർലൻഡ്സിലാണ്. അപ്പോൾ ആ റിവേഴ്സിൻ്റെ മൗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളം ഫ്ലോ ചെയ്യുന്നത് അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അവർ ഈ നദിയെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ മാർഗമായി അവർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ജർമ്മനിയിലേക്കുള്ള ഗുഡ്സ് എല്ലാം പോകുന്നത് റോട്ടർഡാം പോർട്ടിൽ നിന്നും റൈൻ നദിയിലൂടെയാണ്. അപ്പോൾ വലിയ ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ബാർജുകൾ യൂറോപ്പിലെ എല്ലാ നദികളിലും മുകളിലും താഴെയും, പ്രത്യേകിച്ചും റൈൻ നദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. നമുക്ക് ആ ഒരു ട്രാഫിക് ഇല്ല. ആ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പരിധിവരെ ഡ്രെഡ്ജിങ് നടന്നു പോകും. അപ്പോൾ നമുക്ക് ഡ്രെഡ്ജ് ചെയ്യണം. നമ്മുടെ റിവർ മൗത്ത്സ്, ലേക്കിലേക്ക് വന്ന് വീഴുന്ന വാട്ടർ ചാനൽസിൻ്റെ മൗത്ത്, ഇതെല്ലാം ക്ലിയറാക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമായി നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ കൂടുതൽ എക്കലിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാനും കായലിൻ്റെ അരികത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഈ എക്കലിന് നമുക്കൊരു ഈ ലാർജ് സ്കെയിൽ ടോപ്പ് ഡൗൺ സൊല്യൂഷൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിന് ഒരുപാട് പണം വേണ്ടി വരും. വലിയ ഡ്രഡ്ജേഴ്സ് കൊണ്ടുവരും. ഓരോ ഡ്രഡ്ജർ വെച്ച് ക്ലീൻ ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു സ്ഥലത്തു നിന്ന് മണ്ണ് മാന്തുമ്പോൾ മറ്റു സ്ഥലത്തു നിന്ന് മണ്ണ് അതിനകത്തേക്ക് പോയി വീഴും. അടുത്ത മഴയ്ക്ക് വീണ്ടും മണ്ണ് മലകളിൽ നിന്നും വരും. അപ്പോൾ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പഞ്ചായത്ത് ലെവൽ സൊല്യൂഷൻസ് കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ എക്കൽ കായലിൽ നിന്ന് മാറ്റാമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായൊരു ഡയറക്ഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ എക്കൽ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർക്ക് നിങ്ങളത് മാറ്റിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അത് മാറ്റും. ബിക്കോസ് അവർക്കത് വലിയൊരു തലവേദനയാണ്. പിന്നെ ഈ കായലിൻ്റെ അടിയിലും നദിയുടെ അടിയിലും എക്കലിലും എല്ലാം എന്തെങ്കിലും ഒരു ഇക്കണോമിക് വാല്യൂ ഉള്ള സാധനങ്ങളുണ്ടോ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് എൻ്റർപ്രൈസ് എന്ന നിലയ്ക്ക് പ്രൈവറ്റ് സെക്ടറിന് വന്ന് ചെയ്യാൻ പറ്റുമോ എന്നതുകൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കായലിൻ്റെ നടുക്കും നദിയുടെ നടുക്കുമെല്ലാം മണലുണ്ട്. അപ്പോൾ ആ നമുക്ക് കേരളത്തിന് കൺസ്ട്രക്ഷന് ആവശ്യമുള്ള മണൽ പുറമേ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മണൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ കൺസ്ട്രക്ഷനും നമ്മുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും കൂടി ഒരു ഗുണമായിരിക്കും. ഈ എക്കൽ അല്ലെങ്കിൽ ഈ മണൽ കോരുന്നതിനുള്ള ചിലവ് പ്രൈവറ്റ് സെക്ടറിനെ വഹിക്കും. പക്ഷേ ഇതിന് എൻവയറമെൻ്റലിസ്റ്റ് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് എൻവയറമെൻ്റലിസ്റ്റിൻ്റെയും വ്യൂ പോയിൻ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്ന് നമ്മൾ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നില്ല. ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു കൺസെൻസസ് ബിൽഡിംഗ് നടക്കുന്നില്ല. നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇരുന്ന് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതേസമയം ഈ ഈ കായലിൻ്റെ സംഭരണശേഷി അല്ലെങ്കിൽ നദിയുടെ സംഭരണശേഷി നമ്മൾ വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു നേതൃത്വം അത് ഗവൺമെൻറ് തലത്തിൽ എടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അവിടേക്കാണ് നമുക്ക് ഒരു ഹൈ ലെവൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവശ്യമുള്ളത്. ഡച്ച് വിദഗ്ധന്മാർ കേരളത്തിൽ വന്നിട്ട് കൊച്ചി നഗരത്തിൽ കുറേ പഠനങ്ങളും ഒക്കെ നടത്തുകയും കുറേ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തു. താങ്കൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കൊച്ചി നഗരം മാത്രമല്ല, ഈ 2018 പ്രളയമുണ്ടായ ശേഷം ഞാൻ കൂടി അംബാസഡർ ആയിരുന്നപ്പോൾ എംബസി വഴി നമ്മുടെ അപേക്ഷ പ്രകാരം നമ്മുടെ ഒരു എക്സ്പേർട്ട് ടീമിനെ കേരളത്തിലേക്ക് അയക്കുകയുണ്ടായി. നമ്മുടെ അധികാരികളുമായിട്ട് ചർച്ച ചെയ്ത ശേഷം കുറേ നിർദ്ദേശങ്ങളും ഒരു റിപ്പോർട്ടും എല്ലാം സമർപ്പിച്ചു. അതുകൂടാതെ ഇന്ത്യ നെതർലൻഡ്സ് വാട്ടർ കോഓപ്പറേഷൻ്റെ ഒരു പ്രധാന പില്ലറായിട്ട്
കേരളവുമായുള്ള സഹായം എടുക്കുകയും പല പ്രാവശ്യം അവരുടെ എക്സ്പേർട്സ് ഇവിടെ വന്ന് നമ്മുടെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻജിനീയേഴ്സിനൊക്കെ ട്രെയിനിങ് നൽകുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. കൊച്ചി നഗരത്തിൻ്റെ കാര്യത്തിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കമ്മീഷൻ ചെയ്ത് റോയൽ ഹാസ്കോണിംഗ് എന്ന് പറഞ്ഞ ഒരു ഡച്ച് കമ്പനി സമഗ്രമായ ഒരു പഠനം നടത്തി ഇവിടുത്തെ ഈ പ്രളയമുണ്ടായാൽ അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ടും വെള്ളം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവർ എവിടെയെല്ലാം വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഈ അധികം മഴ ഉണ്ടാകുമ്പോൾ എവിടെ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാം എന്നെല്ലാം പറഞ്ഞ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അന്ന് തന്നെ ഞാൻ ഇതറിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അറിവ് കളക്ടറിനുണ്ടായിരുന്നു, മേയറിനില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ട് റോയൽ ഹാസ്കോണിങ്ങിൻ്റെ ഒരു ടീം വന്ന് മേയറും കളക്ടറും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു പ്രസൻറ്റേഷനൊക്കെ നടത്തി. അപ്പോൾ പലതുകൊണ്ടും അതിന് ശേഷം എന്ത് ഫോളോ അപ്പ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. ഇന്നത്തെ കളക്ടറിനും മേയറിനും അതിനെക്കുറിച്ച് അറിവുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഇന്നത്തെ മേയറിന് ഞാൻ ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തു, ഇത് പഠിക്കണം, ഇതിന് വേണ്ട തുടർ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റൽ സിസ്റ്റത്തിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു ന്യൂനതയാണ്, നമ്മുടെ ഒരു ഡെഫിഷ്യൻസിയാണ്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് വളരെ കുറവാണ്. ഇൻഡിവിജ്വൽ എക്സലൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ടീമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഇൻഡിവിജ്വൽസും ഒഫീഷ്യൽസും ഫങ്ഷൻ ചെയ്യുന്നില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ല ഒരു ഭരണത്തിൽ നിന്നും മറ്റൊരു ഭരണത്തിലേക്ക്. പിന്നെ അക്രോസ് ദ ഗവൺമെൻറ് ഇതുപോലെ പ്രളയം പോലുള്ള കാര്യങ്ങൾ ലോങ് ടേം ആയിട്ട് നമുക്ക് ഡിസാസ്റ്റർ റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ലോങ് ടേം ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവണം. എല്ലാ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും എല്ലാവരുമായി ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത്, നമുക്ക് പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനം. മറ്റൊന്നും ഈ അഡ്വാൻസ് ടെക്നോളജിയും വലിയ പണം ചിലവാക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാനിങ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, നമുക്ക് എങ്ങനെ ഒരു ഓൾ ഓഫ് ഗവൺമെൻറ് എഫേർട്ട് ഇതുപോലെ പ്രളയം പോലുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അത് വളരെ ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ ഗവർണൻസ് സിസ്റ്റംസ് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു ഹൈ ലെവൽ പൊളിറ്റിക്കൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം. ഈ വെള്ളത്തിനൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു വളരെ അവ്യക്തമായൊരു ആശയമായിട്ട് സാധാരണക്കാർക്ക് തോന്നാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വെള്ളത്തിൻ്റെ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ തന്നെ ഏത് സമയത്തും ഒരു അതിതീവ്ര മഴ ഉണ്ടാകാം, ഏത് സമയത്തും പ്രളയം ഉണ്ടാകാം, അതിനു വേണ്ട കരുതൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അത് പ്രതിഫലിക്കുന്നത് നീന്താൻ അറിയണം, ബോട്ടിംഗ് വേണമെങ്കിൽ അല്പം സ്വല്പം ബോട്ടിംഗ്, വെള്ളത്തിനടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് വീടുകളെ പൊക്കി ഒരു ഉയരത്തിലാക്കുവാൻ സാധിക്കുമെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്തിരിക്കണം. പിന്നെ നദിയിലേക്ക് നമ്മൾ എൻക്രോച്ച് ചെയ്യരുത്. വെള്ളത്തിൻ്റെ വാട്ടർ ചാനൽസ് അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. നമ്മുടെ ട്രഡീഷണൽ വാട്ടർ ചാനൽസ് ഉണ്ട്, വെള്ളം സ്വയം വഴി കണ്ടെത്തും വെള്ളം കരകവിഞ്ഞ് ഒഴുകുമ്പോൾ. അപ്പോൾ ആ ചാനൽസ് എന്തൊക്കെയാണെന്നുള്ളത് കാണുകയും അതിനെ ക്ലിയറാക്കി വെക്കുകയും ആ വെള്ളത്തിന് ഒഴുകി നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ഒഴുകി പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇതെല്ലാം തന്നെയാണ്. ഇത് എന്താണ്, പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ള ആശയങ്ങളാണ്. അതിൽ ഈ ബിൽഡ് വിത്ത് നേച്ചർ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനം കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകളെ നശിപ്പിക്കാതിരിക്കുക, അവരാണ് നിങ്ങളെ വെള്ളത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല കൂടുതൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളതിനെ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു.